ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വകകൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ഒരിക്കൽ കപ്പലുകളെ സുരക്ഷിതമായി കരയിലേക്ക് നയിക്കുന്ന വെളിച്ച സ്രോതസ് ഉത്സാഹത്തോടെ പരിപാലിക്കുന്ന ഒരു വിളക്കുമാടം സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. കൊടുങ്കാറ്റുള്ള ഒരു രാത്രിയിൽ തിരമാലകൾ ശക്തമായി പാറകളിൽ പതിച്ചപ്പോൾ ക്ഷീണിതനായ ഒരു നാവികൻ ഇരുട്ടിൽ സമുദ്രമധ്യേ വഴിതെറ്റുവാനിടയായി. അരാജകത്വങ്ങൾക്കിടയിലും അവൻ പ്രതീക്ഷയുടെ വെളിച്ചത്തിനായി തീവ്രമായി തിരഞ്ഞുകൊണ്ടിരുന്നു. മരണവുമായി മല്ലടിച്ച ആ രാത്രിയിൽ അവൻ മാർഗദർശനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൊടുന്നനെ പെയ്യുന്ന മഴയിലൂടെ കോടമഞ്ഞിനെ കീറിമുറിക്കുന്ന വിളക്കുമാടത്തിന്റെ മങ്ങിയതും എന്നാൽ സ്ഥിരതയുള്ളതുമായ വെളിച്ചരശ്മികൾ അവൻ കണ്ടു. അതിന്റെ വെളിച്ചത്തെ പിന്തുടർന്ന് അദ്ദേഹം തന്റെ കപ്പൽ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചു. വിളക്കുമാടം സൂക്ഷിപ്പുകാരനെ പോലെ നാമും കൊടുങ്കാറ്റുകൾ നിറഞ്ഞ ലോകത്ത് ദൈവത്തിന്റെ പ്രകാശത്തിന്റെ വിളക്കുകളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രക്ഷുബ്ധമായ സമയത്ത് പോലും ദൈവത്തിന്റെ മാർഗനിർദ്ദേശം പിന്തുടരുക വഴി തന്റെ കുടുംബത്തെ സുരക്ഷിതത്വത്തിലേക്കും രക്ഷയിലേക്കും നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഒന്ന് ചിന്തിക്കുന്നത്. ഏകദേശം 20 വർഷമായി ഇപ്പോൾ യാക്കോബ് ലാബാനോടൊപ്പം ജീവിക്കുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് 2 ഭാര്യമാരും 2 വെപ്പാട്ടുകളും വഴി 11 കുട്ടികളുണ്ടായി. ദൈവത്തിന്റെ ഇടപെടലിലൂടെ അവൻ ധാരാളം കന്നുകാലികളെയും സമ്പാദിച്ചു. കഠിനാധ്വാനത്തിലൂടെയും ദൈവിക അനുഗ്രഹത്തിലൂടെയും അവൻ വലിയ ധനവാനായി മാറി. തന്റേതായ വാക്കുകളിൽ താൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ വസ്തുത, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. വാസ്തവത്തിൽ കഠിനമായ അധ്വാനം കൊണ്ടും ദൈവത്തിന്റെ വ്യക്തമായ അനുഗ്രഹവും കൊണ്ട് താനുണ്ടാക്കിയ സമ്പത്തിനെ തങ്ങളുടെ പിതാവിനുള്ളതിൽ നിന്ന് കൗശലത്താൽ യാക്കോബ് എടുത്തു കളഞ്ഞതായി ലാബാന്റെ മക്കൾ കരുതി. ഈ പ്രതികൂലമായ കുടുംബ സാഹചര്യം യാക്കോബിന് തന്റെ പിതാവിന്റെ നാട്ടിലേക്ക് മടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു എന്ന ദൈവ നടത്തിപ്പിന്റെ സൂചനയായി കണക്കാക്കി. ദൈവം അവനോട് ഈ കാര്യം സ്ഥിരീകരിക്കുകയും അവന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ദൈവഹിതം മനസ്സിലാക്കുവാൻ ഏകീകൃതമായ ഒരു മാർഗം നാം വചനത്തിൽ കാണുന്നില്ല. ദൈവം അബ്രഹാമിന് ഒരു ദർശനത്തിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ മനുഷ്യരൂപത്തിലും അവൻ തനിക്ക് പ്രത്യക്ഷനായി. അവൻ യാക്കോബിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. ദൈവം യാക്കോബുമായി എങ്ങനെയാണ് ആശയവിനിമയം ചെയ്തത് എന്നിവിടെ പരാമർശിച്ചിട്ടില്ല. ദൈവം എങ്ങനെ സംസാരിക്കുന്നു എന്നതല്ല, മറിച്ച് അവനിൽ നിന്ന് കേൾക്കുവാൻ നാം ജാഗരൂകരായിരിക്കുന്നുവോ എന്നതാണ് പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നിലധികം ഘടകങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ യാക്കോബിന് ദൈവസന്നിധിയിൽ പറയാമായിരുന്നു. എന്നിരുന്നിട്ടും അവൻ കർത്താവിനെ അനുസരിക്കുവാൻ മനസ്സുവെച്ചു. ഒന്നാമതായി, നമ്മുടെ ആശ്വാസ മേഖല വിട്ടുപോകേണ്ടി വരുമോ എന്ന ഭയം മൂലം പലപ്പോഴും നാം ദൈവത്തെ അനുസരിക്കുവാൻ മടി കാണിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ യാക്കോബ് ലാബാന്റെ വീട്ടിൽ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. എന്നാൽ അവൻ അവിടെ തന്നെ ആ സ്ഥിതിയിൽ തുടരണമെന്നായിരുന്നില്ല ദൈവഹിതം. യോജിച്ചതോ സുഖപ്രദമായതോ ആയ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ
അവിടെ തന്നെ തുടരുന്നതാണ് ദൈവഹിതമെന്ന് സ്വയമേവ നാം അനുമാനിക്കുവാൻ പാടില്ല. രണ്ടാമതായി, കുടുംബത്തിൽ നിന്നും ഉണ്ടായേക്കാവുന്ന പ്രതികൂല സമീപനത്തെ കുറിച്ചുള്ള ഭയം നമ്മെ ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. യാക്കോബിന്റെ കുടുംബം ഒരിക്കലും അബ്രഹാമിനെയോ ഇസഹാക്കിനെയോ കനാൻ ദേശത്തെയോ കണ്ടിട്ടില്ല. ഒരു വിധത്തിൽ യാക്കോബിന് മാത്രം നൽകിയ കൽപ്പനയ്ക്കനുസൃതമായി അബ്രഹാമിനെ പോലെ അവർക്കറിയാവുന്നതെല്ലാം അവർ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുവാനുള്ള ഈ തീരുമാനത്തോട് തന്റെ കുടുംബം എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയ്ക്ക് യാക്കോബ് അല്പം പോലും ഇടം കൊടുത്തില്ല. മൂന്നാമതായി, ഒരു വലിയ കുടുംബവും തനിക്കുണ്ടായിരുന്ന അനേകം ആട്ടിൻകൂട്ടങ്ങളുമൊത്ത് ദൂരദേശമായ കനാനിലേക്ക് ഉള്ള വിഷമകരവും മടുപ്പുണ്ടാക്കുന്നതുമായ ഒരു യാത്രയുടെ പ്രതീക്ഷ അവനെ ദൈവത്തെ അനുസരിക്കുന്നതെന്ന് പിന്തിരിപ്പിച്ചില്ല. കുഴപ്പങ്ങളെക്കുറിച്ചുള്ള ഭയം അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. നാലാമതായി, പദ്ദാൻ അരാമിൽ വെച്ച് താൻ സമ്പാദിച്ച സമ്പത്തുമായി തന്റെ പിതാവിന്റെ വീട്ടിലേക്ക് പോകുവാൻ ലാബാൻ തന്നെ സ്വമനസാലെ അനുവദിക്കയില്ലെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. എന്നാൽ അവിശ്വാസികളുമായി ഏറ്റുമുട്ടേണ്ടി വരുമോ എന്നുള്ള ഭയം അവനെ ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല. ദൈവത്താൽ നയിക്കപ്പെടുമ്പോൾ ഇത്തരം ഭയങ്ങൾ നമുക്കും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ യാക്കോബ് ഈ ഭയങ്ങൾക്ക് കീഴടങ്ങാതെ ധൈര്യത്തോടെ ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചു. ദൈവം അവന്റെ വിശ്വാസത്തിൽ നിന്നുള്ള അനുസരണം മാനിക്കുകയും ലാബാനിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും ചെയ്തു. ലാബാൻ തന്റെ സഹോദരന്മാരോടൊപ്പം 7 ദിവസം യാക്കോബിനെ പിന്തുടർന്നു. ഒരുപക്ഷെ അവൻ ബലം പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചായിരിക്കാം അവനെ പിന്തുടരുന്നത്. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ രാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. യാക്കോബിനോട് സംസാരിക്കുമ്പോൾ മുഖസ്തുതിയോ ഭീഷണിയോ ഉപയോഗിക്കരുത് എന്നായിരുന്നു ദൈവം അർത്ഥമാക്കിയത്. അവൻ യാക്കോബിനോടും പറഞ്ഞു, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൻ നമ്മെ ന്യായം വിധിക്കുന്ന ദൈവമാണെന്നും നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. പദ്ദൻ-അരാമിലേക്കുള്ള യാത്രാമധ്യേ ബേഥേലിൽ വെച്ച് യാക്കോബ് ദൈവത്തോട് ചെയ്ത നേർച്ചയുടെ ഓർമ്മ കൂടിയായിരുന്നു ഈ യാത്ര. ഉൽപ്പത്തി 28 അധ്യായത്തിന്റെ 20 വാക്യം മുതൽ നാം അത് വായിക്കുന്നുണ്ട്. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറയും. അവൻ ഉറങ്ങുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ഏശാവിന്റെ കണ്ണിൽ അവനൊരു വഞ്ചകനായി പ്രാണരക്ഷാർത്ഥം സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നുവെങ്കിലും തന്റെ യാത്രാമധ്യേ ദൈവം തന്റെ ഹൃദയത്തിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം അവന് വെളിപ്പെടുത്തി. ഇപ്പോൾ ഭാര്യമാർ, കുട്ടികൾ, പേരക്കുട്ടികൾ, കന്നുകാലികൾ, വേലക്കാർ എന്നിങ്ങനെ അവൻ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും വളരെ അധികമായി അവൻ ലഭിച്ചു. നാം ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ഏകദേശം 20 വർഷം മുമ്പ് ഒരു തൂണിനെ അഭിഷേകം ചെയ്ത സ്ഥലമായ ബേഥേലിലെ ദൈവമാണ് താനെന്ന് ദൈവം അവനെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നേർച്ചകളും നാം അവനോട് ചെയ്ത പ്രതിജ്ഞകളും ദൈവം ഒരിക്കലും മറക്കില്ല. അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നാം എടുത്ത തീരുമാനങ്ങളെ ആദരിക്കുകയും നിവർത്തിക്കുകയും ചെയ്യാം. താൻ ദൈവത്തിൽ നിന്ന് കേട്ടത് എങ്ങനെയെന്ന് അവൻ തന്റെ കുടുംബത്തോട് തന്നോടുകൂടെ പുറപ്പെടുവാൻ ആജ്ഞാപിക്കുന്നതിന് പകരം അവൻ അവരെ വിശ്വാസത്താൽ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. അവർ മറുത്തു നിൽക്കാതെ സമ്മതിച്ചപ്പോൾ അത് ദൈവഹിതമാണെന്ന് അവൻ ഉറപ്പിച്ചു. ഒന്നിലധികം വ്യക്തികളെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിൽ ദൈവം ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും സംസാരിക്കും എന്നതിന്റെ തെളിവാണിത്. ശൗലിനോടും അനന്യാസിനോടും അതുപോലെ തന്നെ പത്രോസിനോടും കൊർന്നല്യോസിനോടും അബ്രഹാമിനോടും സാറയോടും യോസേഫിനോടും മറിയയോടും
മോശയോടും അഹ്റോനോടും എന്നിങ്ങനെ ദൈവം സംസാരിച്ച അനേക ഉദാഹരണങ്ങൾ വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ വിളി ദൈവത്തിൽ നിന്നാണെന്ന് നാം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ കുടുംബത്തോട് വിശദീകരിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുമാണ്. ഉദ്യമത്തിൽ ദൈവിക സംരക്ഷണത്തിനായി നാം അവൻ വിശ്വസിക്കുക. അവൻ നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ കാര്യത്തിൽ നമ്മെ സംരക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് നൽകുകയും ചെയ്യും. അനുസരണയോടെയുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതാണ് വിശ്വാസം. യാക്കോബിന്റെ പ്രവാസകാലം ശിക്ഷണത്തിന്റെയും ന്യായവിധിയുടെയും ശുദ്ധീകരണത്തിന്റെയും സമയമായിരുന്നു. അവിടെ അവൻ തന്റെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചെന്ന് മാത്രമല്ല, 20 വർഷക്കാലം ദൈവത്തിന്റെ കൃപയും കരുണയും താൻ അനുഭവിച്ചറിഞ്ഞു. ഒടുവിൽ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങുവാനുള്ള ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ലോത്തിന്റെ ഭാര്യയെപ്പോലെ അവൻ തിരിഞ്ഞു നോക്കുകയോ പ്രവാസ സ്ഥലം തന്റെ സ്ഥിരമായ ഭവനമായി കണക്കാക്കുകയോ ചെയ്തില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ മനസ്സ് ലോകത്തിലെ കാര്യങ്ങൾ, അധികാരം, അന്തസ്സ്, സമ്പത്ത് എന്നിവയേക്കാൾ ഉയരത്തിലുള്ള നീതിയിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലും കേന്ദ്രീകരിച്ചിരിക്കും. ഈ അവസരത്തിൽ റാഹേൽ പ്രതിബദ്ധതയില്ലാത്തൊരു വ്യക്തിയെ ചിത്രീകരിക്കുന്നു. അവൾ യാക്കോബിനൊപ്പം തന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ തയ്യാറായി. എന്നാൽ എന്തിനാണ് അവൾ തന്റെ പിതാവിന്റെ ഗ്രഹവിഗ്രഹങ്ങൾ എടുത്തത്? ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ആ വിഗ്രഹങ്ങളോട് ചോദിക്കാം എന്നതായിരുന്നോ അവൾ ഉദ്ദേശിച്ചത്? ഒരുപക്ഷെ മാർഗനിർദ്ദേശത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി ലാബാൻ തന്റെ ഗ്രഹവിഗ്രഹങ്ങളിലേക്ക് തിരിയുന്ന പതിവ് റാഹേൽ കണ്ടിരിക്കാം. യാക്കോബോ കൂടെയുള്ളവരോ തന്റെ ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചതായി ലാബാൻ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിച്ചു? മക്കളും മരുമകനും പോയതായി കണ്ടപ്പോൾ നിർദ്ദേശത്തിനായി ആ വിഗ്രഹങ്ങളുമായി കൂടിയാലോചിക്കുവാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കണം. അത് നോക്കിയപ്പോൾ തന്റെ ഭവനത്തിൽ അത് കണ്ടില്ല. ഇസ്രായേൽക്കിടയിലെ സമ്മിശ്ര ജനക്കൂട്ടത്തെ പോലെ റാഹേലും ദൈവജനത്തിന്റെ കൂട്ടായ്മയോടുകൂടി ലോകത്തിന്റെ ഏറ്റവും മികച്ചതൊന്നും ലഭിക്കാൻ ആഗ്രഹിച്ചു. പകരം ദൈവവുമായി നമുക്ക് കൂട്ടായ്മ പാലിക്കണമെങ്കിൽ ലോകവുമായുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമായും നാം വിച്ഛേദിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. അനുസരണത്തെ തടസ്സപ്പെടുത്തുന്നതും പാപത്തിന്റെ സുഖസൗകര്യങ്ങളാൽ നമ്മെ വലയ്ക്കുന്നതുമായ എല്ലാറ്റിനെയും നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തിന്റെ പ്രതിഫലം ലഭിക്കുവാൻ അവസാനം വരെ അവനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെയും ക്ഷമയോടെയും ഓടാം. ലോകത്തിന്റെ ജ്ഞാനത്തെക്കാൾ ഉയരത്തിൽ നിന്നുള്ള അവന്റെ വാക്കുകൾ ശ്രവിക്കുവാൻ കാതോർക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.